സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് തനി മൊണ്ണയാണ്. തെക്കൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മലബാറിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൊയന്ത്, അതാണ് അതിന് മൊയന്തെന്ന് മൊണ്ണെന്ന് പറഞ്ഞ ഒരേ അർത്ഥമാണ്. ഒരു വിവരമില്ലാത്തൊരു സാധനം, വലിയ വലുപ്പമുണ്ട്, കുറേ പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. നല്ലത് ഇയാൾ വാ തുറന്നാൽ വിവരക്കേടേ പറയുള്ളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ തൊള്ള തുറക്കാണ്ടിരുന്നാൽ മതി, എന്നാൽ കുഴപ്പമൊന്നുമില്ല, കാണാനൊക്കെ നല്ലതാണ്, ഒക്കെയാണ്. ഇപ്പോൾ പ്രത്യേക ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്, മീശ കറുപ്പിച്ച് താടി ഇങ്ങനെ പ്രത്യേക രീതിയിലൊക്കെ, അതൊക്കെ പുള്ളിയുടെ സ്വാതന്ത്ര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം. എന്നെപ്പോലെ മുട്ടയടിക്കണമെങ്കിൽ മുട്ടയടിക്കുക, താടി വെക്കണമെങ്കിൽ താടി വെക്കുക, പിന്നെ ക്ലീൻ ഷേവ് ചെയ്യണം ക്ലീൻ ഷേവ് ചെയ്യുക, പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇയാൾ വാ തുറന്ന വിവരക്കേടാണ് പറയണേ. ഇയാൾ ഇപ്പോഴും ഭരത്ചന്ദ്രൻ IPS എന്നുള്ള പിന്നെ പുള്ളിക്ക് IPS കിട്ടുന്നിരുന്നിരിക്കുക. കമ്മീഷണർ സിനിമയിലെ ഹാങ് ഓവറിൽ നിന്ന് പുള്ളി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഡയലോഗുകൾ മുഴുവൻ അങ്ങനെയാണ്. ഒരു തരം പിന്നെ എന്താ പറയുക, ഇങ്ങനെയാണോ അയാൾ വീട്ടിലും പെരുമാറുന്നത് എനിക്കറിയില്ല. എന്തൊക്കെ വിവരക്കേടാ പറഞ്ഞാൽ, മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലാതെ പറഞ്ഞത്, ഇതൊക്കെ പിന്നെ ആരോപണങ്ങൾ മാത്രമാണ്, നിങ്ങൾ വെറുതെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. ഇയാൾക്കെന്താ ന്യായീകരിക്കേണ്ടത്? ഇയാൾക്കെന്താ പേടി? ഇയാൾ അധികം പറയിപ്പിക്കരുത്. ഇയാൾ പിന്നെ ലങ്ക സിനിമയ്ക്കകത്ത് നടന്ന അതിൻ്റെ പിന്നെ സെറ്റിൽ നടന്ന കാര്യവും അന്ന് കിട്ടിയിട്ടുള്ള അക്കോമഡേഷനിൽ ഇയാളൂടെ ആരാ കഴിഞ്ഞതെന്നുള്ളതും ഒക്കെ പിന്നെ പച്ചയ്ക്ക് പറയാൻ നമുക്ക് അറിയാണ്ടില്ല. അത് പിന്നെ കൺസെൻറ്റോട് കൂടിയിട്ടാണ്, പീഡിപ്പിക്കാനൊന്നും പോയിട്ടില്ല സത്യ. പക്ഷേ മോളേക്കാൾ മരിച്ചുപോയ ലക്ഷ്മി മോളേക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പിന്നെ ക്യാൻസറൊക്കെ വന്ന അങ്ങനെയൊക്കെയുള്ളതുകൊണ്ട് ഞാൻ അവരെ പേര് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അപ്പോൾ സുരേഷ് ഗോപി അത്ര വിശുദ്ധനാവുമൊന്നും വേണ്ട. ഭയങ്കര ഫാമിലി മാൻ എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി മാൻ ആയതുകൊണ്ടാണല്ലോ അതിന് പോയത്. അത്ര ഭയങ്കര വിശുദ്ധനായിട്ടൊന്നും പ്രഖ്യാപിക്കേണ്ട. ഞങ്ങളിന്ന് പറഞ്ഞിരിക്കുകയാണ്, മുകേഷിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക. പിന്നെ പറയണം, എന്ത് പൊട്ടത്തരാണ് പറയണത്? നിങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന രീതിയിലുള്ള ഓഫീസിലെ കാര്യങ്ങൾ വേണം ചോദിക്കാൻ. നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം വേണം ചോദിക്കാൻ. ഞാൻ അമ്മയുടെ ഓഫീസിൽ മീറ്റിങ്ങിന് പോയിട്ട് വരികയാണെങ്കിൽ അപ്ലൈ സിനിമയുടെ കാര്യം ചോദിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇയാൾ ടോയ്ലറ്റിൽ നിന്ന് വരികയാണെങ്കിൽ വയറ് നന്നായിട്ട് ഒഴിഞ്ഞോന്ന് ചോദിക്കണം. ഇയാൾ ഹോട്ടലിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കഴിച്ചത്, മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണോ ചോദിക്കേണ്ടത്? ഇയാൾ എന്ത് വിവരക്കേടാ പറയണേ? പിന്നെ ഒരു രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രി സഹമന്ത്രിയല്ലേ, എന്തൊരു വിവരക്കേടാ പറയണേ? അപ്പോൾ ഇയാൾ തന്നെയല്ലേ പിന്നെ പൊതുവേദിയിലൊക്കെ സംസാരിക്കുമ്പോഴും രാഷ്ട്രീയമായ പ്രോഗ്രാമിലും എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ നല്ലത്, ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സിനിമയുടെ കാര്യം പറയണത്? ഇയാളെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി പോയപ്പോൾ കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് പറയുക, ഒരു പൊളിറ്റീഷ്യൻ അല്ലേ, ഒരു MP അല്ലേ, ഒരു കേന്ദ്രമന്ത്രിയല്ലേ? ഈ നാടകങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും വേദിയിൽ ഇങ്ങനെ പിന്നെ പ്രമുഖ നടന്മാർ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ സിനിമയിലെ ഡയലോഗ് പോയിട്ട് പിന്നെ പൊതുവേദി പോയിട്ട് പറയും? ഇവിടെ അംബരീഷ് പിന്നെ കന്നഡ നടൻ അംബരീഷ് കേന്ദ്രമന്ത്രിയായിരുന്നു, സ്മൃതി ഇറാനി സീരിയലിൽ കൂടെ വന്നതാണ്, അവർ മന്ത്രിയായിരുന്നു. സിനിമയിലെ ഡയലോഗാണോ പറയണം പോയിട്ട്? നാളെ ജഗദീഷ് കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രി ആയിക്കഴിഞ്ഞാൽ കാക്ക ടൂരി എന്ന് പറഞ്ഞിട്ട് പറയുമോ? വിവരക്കെട്ടവൻ ഇയാൾ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അതുകൊണ്ടാണ് ഇയാളെ ആൾക്കാർ ഇങ്ങനത്തെ ഡയലോഗ് പൊതുവേദിയിൽ പറയുന്നതുകൊണ്ടാണ് ഇയാളെ ഷിറ്റ് ഗോപി എന്ന് വിളിക്കുന്നത്. അയാൾ തന്നെ അയാളെ അങ്ങനെ വിളിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ശുദ്ധനാണെന്നൊക്കെയുള്ള സംഭവം ശരിയാണ്, കുറേ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഒരു പൊങ്ങാണ്. വാ തുറന്നാൽ കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, PC ജോർജ് വാ തുറന്ന് വല്ലാതെ പിന്നെ PC ജോർജിൻ്റെ കാര്യം പറയാം. ഇയാൾ പിന്നെ ഈ ഒരു BJP സ്റ്റേറ്റ് കമ്മിറ്റിയെ പോലും ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നേ. ഞാൻ മോദിനെ അമിത്ഷായുടെ ആളെ, അപ്പോൾ മോദി അമിത്ഷായൊക്കെ കൈവിട്ട അവസ്ഥയാണ്. വേരി കിടക്കുന്ന പാമ്പിൻ്റെ അടുത്ത് തോളത്തിട്ട അവസ്ഥയിൽ അവർ നിൽക്കുന്നത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് BJPക്ക്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ്. പിന്നെ ഇയാൾ കരുതുന്നത് ഇയാളെ ഉടുക്കൊണ്ട് മാത്രം തൃശ്ശൂർ ജയിച്ചു, അങ്ങനെയൊന്നുമില്ല. ഇയാൾക്ക് 5 വർഷം സമയം കിട്ടി, 3 തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു, 5 വർഷം സമയം കിട്ടി അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ. V. മുരളീധരനെ ഒരു 2 വർഷം മുമ്പ് ആറ്റിങ്ങലിൽ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ അവർ ആ മണ്ഡലം പിടിച്ചെടുക്കുമായിരുന്നു. ശോഭാ സുരേന്ദ്രനെ ഒരു 1-2 വർഷം മുമ്പ് തന്നെ ആലപ്പുഴയിലേക്ക് നിയോഗിച്ചിരുന്നെങ്കിൽ അവിടെയും കിട്ടുമായിരുന്നു. പാലക്കാട് കൃഷ്ണകുമാറിനെ ഒരു 2 വർഷം മുമ്പ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ തന്ത്രം അവിടെയും പറ്റിയിരുന്നെങ്കിൽ അവിടെയും കിട്ടുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ TP സെൻകുമാർ IPS തന്നെ മുൻ DGP തന്നെ എന്നോട് പറഞ്ഞതാണ്, 2 മാസം മുമ്പെങ്കിലും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആ സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്, രാജീവ് ജയിക്കുമായിരുന്നു എന്നുള്ളത്. കാരണം കുറഞ്ഞ ടൈമാണ് കിട്ടിയത്. ഇയാൾക്ക് 5 വർഷം കിട്ടി. അങ്ങനെ ഇയാൾ പറയുകയാണ്, എനിക്ക് സിനിമയില്ലാതെ ജീവിതമില്ല, സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ ചത്തുപോകും. ഞാൻ അമിത്ഷായുടെ അടുത്ത് ചെന്നപ്പോൾ 22 പിന്നെ പ്രൊജക്റ്റുകൾ ഇത് കൊടുത്തു, അമിത്ഷാ വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പൊതുവേദിയിൽ. BJP കൊണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയും. BJP ഇയാളെ വിളച്ചിരുന്ന എല്ലാം ഒന്നും BJP നടക്കുമൊന്നുമില്ല. ഇയാൾക്ക് അങ്ങനെ പിന്നെ അഭിനയിക്കാനുള്ള അവസരമില്ല. പക്ഷേ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ സുരേന്ദ്രൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. സുരേന്ദ്രന് നല്ല പക്വത വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞ് മീഡിയ പ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സഹോദരി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. സഹോദരി മനസ്സിലാക്കണം, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം പിന്നെ വളരെ ഒന്ന് പറഞ്ഞത്, ഞാൻ വളരെ സുവ്യക്തമായ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്നേക്കാൾ ഭാഷയിൽ അഗ്രഗണ്യരല്ലേ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു. വളരെ പിന്നെ പ്രൊവോക്ക് ചെയ്യാൻ ഇവർ ശ്രമിക്കുമ്പം പിന്നെ പുള്ളി പ്രകോപിതനാവുന്നില്ല, ഒന്നുമില്ല. അത്ര മനോഹരമായിട്ട് സംസാരിച്ചത് പുള്ളി.
ഇയാൾ പിന്നെ ഒരു മാതിരി വിവരം കെട്ട വർത്താനാണ് സുരേഷ് ഗോപി പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, സുരേഷ് ഗോപിക്ക് നടൻ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാനൊക്കെ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അല്ല, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ സുരേഷ് ഗോപിയെ നിങ്ങളിതിനെ ടാർഗറ്റ് ചെയ്യുന്നത് കേന്ദ്രമന്ത്രിയല്ലേ, ഇവിടെ സംസ്ഥാന മന്ത്രി ഇതിനെ അപഹസിച്ചുകൊണ്ട് നിൽക്കല്ലേ അമ്മയുടെ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ. ഇത് സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള വിഷയമല്ലേ, സംസ്ഥാന സർക്കാരല്ലേ പിന്നെ ഇതിൽ ഡിസിഷൻ എടുക്കേണ്ടത്. അതിൻ്റെ പൂർണ്ണമായി ഈ കുറ്റാരോപിതരുടെ പേരുകൾ പുറത്തുവിടേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ, അല്ലാതെ കേന്ദ്രമല്ല. മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുന്നു എന്ന് സുരേന്ദ്രൻ അടിവരയിട്ട് ആവർത്തിച്ച് പറഞ്ഞു. ഇയാൾ എന്തൊക്കെയാണ് ഈ സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായി തോന്നിയ കോതയ്ക്ക് വാട്ടെന്നാണ് വിവരം കേട്ടവൻ. BJPക്ക് തലവേദനയായി മാറുക ഇയാൾ പിന്നെ സെപ്റ്റംബർ 6 അയാൾ സിനിമയുടെ പിന്നെ പുതിയ സിനിമയുടെ പിന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുക. അത് നടക്കില്ലെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ മുൻ ലോക്സഭാ സെക്രട്ടറി ആയിരുന്ന PDT ആചാരി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പണം കിട്ടുന്ന മറ്റൊരു വേതനം വാങ്ങി വേറൊരു ജോലിയിൽ കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രി ഏർപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണല്ലോ. അവധി എടുത്തു പോലും വേറെ ജോലിക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോ മന്ത്രിമാർ ഇപ്പോൾ നല്ല അഭിഭാഷകരായ ആൾക്കാർ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അവർ പിന്നെ ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങിന് ഫീസ് മേടിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി കേന്ദ്രമന്ത്രിയായിരുന്നു. ആ സമയത്ത് അയാൾ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനാണോ പോകുക? അല്ല, വേറെ പണിയുണ്ട്. അതുമല്ല, പൈസ വാങ്ങി വേറെ പണി എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് ഇയാൾക്ക് ഈ പൊട്ടണമെന്നൊന്നും അറിയില്ലേ? വിവരദോഷി ഇയാൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വായി തോന്നി വിളിച്ച് പറയുക. എന്നിട്ട് പറയുകയാണ് ഞാൻ അമിത്ഷാ വലിച്ചെറിഞ്ഞു, അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ BJPക്കകത്തൊക്കെ കേഡർഷിപ്പ് സ്വഭാവമുള്ള പാർട്ടിയാണ്. CPM മുസ്ലിം ലീഗും പോലെ കേഡർഷിപ്പ് സ്വഭാവമുള്ള പാർട്ടിയാണ്. കോൺഗ്രസിനകത്ത് എന്ത് മാർക്കും എന്തും പറയാം. 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും, 6 ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും. അതുകൊണ്ടാണല്ലോ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ മുണ്ടുരിയിപ്പിച്ചതാണ് പിന്നെ മുരളീധരനെ പിന്നെ എന്താ പറയുക ഭൂലോക പെണ്ണുപിടിയെന്ന് തിരിച്ചു പറഞ്ഞതാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ. പക്ഷേ രണ്ടുപേരും, ഒരാൾ വടകരയിൽ നിന്ന് ഒരാൾ പിന്നെ കാസർഗോഡ് നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ അടുത്തടുത്ത സീറ്റിലിരുന്ന് 2019 ഡൽഹിക്ക് പോയി. അത്രയേ ഉള്ളൂ കോൺഗ്രസ്. പക്ഷേ BJPയിലൊന്നും നടക്കൂലെന്നേ, CPMൽ നടക്കൂല. ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടി വരും, സിസ്റ്റത്തിനകത്ത് നിൽക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പോകരുത്. നമ്മളൊക്കെ മാതിരി സ്വതന്ത്രമായിട്ട് ഒരു പാർട്ടിയിലും പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാണ്ടിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇയാൾ വിഷുവിന് കൈനീട്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാളെ PR ടീമിനെ കൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചിരിക്കുക. സ്ത്രീകൾക്ക് കൈനീട്ടം കൊടുക്കുന്നു, കാറിനകത്ത് തമ്പ്രാനെ പോലെ ഇരിക്കുന്നു, എന്നിട്ട് ഇയാളെ കാലിൽ തൊട്ട് വണങ്ങുന്നു. അതിനാ വീഡിയോ ഒന്നായി പൊട്ടൻ ഇത് എടുത്തെങ്കിൽ തന്നെ അത് ഏറിയാതിരിക്കണ്ടേ? അല്പത്തിലാണെന്നുള്ളത് മനസ്സിലാവില്ലേ? അടുത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിക്കണം, എന്തായാലും പട്ടിയായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിക്കായിരുന്നു നന്നായി. കാരണം പട്ടികളെല്ലാം കൂടി പിന്നെ വല്ല വിഷവും തിന്നിയാവും ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ. പിന്നെന്താ വെച്ചാൽ ഇത്രയും നമ്മൾ പലപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നത് ബുദ്ധിക്കുറവ് ഒരു കുറ്റമല്ല എന്ന കാരണം കൊണ്ടാണ്. ഇയാൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് അറിയാം, അതുകൊണ്ടാണ്. ഈ പിന്നെ ഇയാൾക്ക് പെർമിഷൻ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അതിന് കിട്ടിയാൽ തന്നെ, കാരണം പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഇതിൽ ഈ ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള അവകാശമുള്ളത്. പ്രധാനമന്ത്രി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ചോദിക്കും നാളെ. അതൊരു തെറ്റായ കീഴ്വഴക്കമായിട്ട് മാറും രാജ്യത്താകെ. ആർക്കും ഏത് മന്ത്രി മുഖ്യം അങ്ങനെ പോകാമെന്നുള്ളതാവും. വിവേചനം കാണിക്കാൻ പറ്റില്ലല്ലോ, മറ്റുള്ളവർക്കും കൊടുക്കണമല്ലോ. അപ്പം ഈ പിന്നെ ഇയാൾ അല്ലെങ്കിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അതിന് വിളിച്ചപ്പം മോദിയെ അമിത്ഷായും കണ്ട് പറയണം എനിക്ക് സിനിമയിൽ തുടർന്ന് അഭിനയിക്കാം, അതിന് അഭിനയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രിയാവുന്നുള്ളൂ. ഇയാൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇയാൾ അന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഡിമാൻഡ് വെക്കണ്ടേ? ഇയാൾ മന്ത്രിയായിട്ടില്ലെങ്കിലും എന്തോ കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമോ? എന്തുണ്ടാക്കുന്ന പറയണേ? ഞാനങ്ങ് വലിയ സംഭവമാണ്, മഹാസംഭവം എന്ന് കരുതിയിരിക്കുക. ആൾ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്ര വിശുദ്ധനൊന്നുമല്ല. ലങ്ക സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും വെവ്വേറെ റൂമുണ്ട്, പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരുമിച്ചായിരുന്നു. അയാൾക്ക് മനുഷ്യർ തോന്നിപ്പോയി. അതിന് അത് കുറ്റമായിട്ടും കാണുന്നുമില്ല, പീഡനമൊന്നുമില്ല. പക്ഷേ വലിയ ഭയങ്കര ഫാമിലി വരുന്നൊക്കെ പറഞ്ഞ് നിൽക്കല്ലേ, വലിയ കടമായി തന്നെ കപട ഇമേജും വെച്ചുകൊണ്ട് നടക്കല്ലേ. ബാക്കിയുള്ളൊരു പൊട്ടന്മാരാണെന്ന് വിചാരം. ഇനി അഥവാ അയാൾക്ക് അവസരം കൊടുത്താൽ തന്നെ ഒരു സിനിമയിൽ ചിലപ്പം ഒരു ഇളവ് കൊടുത്തേക്കും, തുടർന്ന് അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ അതിന് വാശി പിടിച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് എടുത്ത് മാറ്റും. അതിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾ പറയാം ഞാൻ അഭിനയമില്ലെങ്കിൽ ഞാൻ ചത്തുപോയാൽ നഷ്ടം തന്നെയാണ്. ആ കുടുംബത്തിന് നഷ്ടമാണ്. ആ മക്കളൊക്കെ നല്ല പിള്ളേരാണ്. ആ ഗോകുലൊക്കെ മീഡിയയോട് സംസാരിക്കുമ്പോൾ നല്ല പക്വതയുണ്ട്. ആ ചേച്ചിയാണെങ്കിലും വളരെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയാണെങ്കിലും വളരെ പിന്നെ ഡീസൻ്റായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നതും സംസാരിക്കുന്നതൊക്കെ. ഇയാളും പിന്നെ ഇയാൾക്ക് സഹതാപം കിട്ടിയിട്ടുണ്ട്. ഇയാൾ മാധ്യമപ്രവർത്തകരുടെ തോളിൽ, ഒരു മോളെ പ്രായമുള്ള മാധ്യമപ്രവർത്തകരുടെ തോളിൽ ഒന്ന് കൈവച്ചപ്പോഴത്തേക്ക് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തപ്പോൾ ആൾക്കാർക്ക് സഹതാപമുണ്ട്. നമുക്ക് തന്നെ ആ വിഷയത്തിൽ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. വിവരക്കേടുണ്ടെന്ന് എഴുതിയിട്ട് മനുഷ്യനെ ഇല്ലാത്ത കുറ്റം പറയരുത്. മറ്റേത് തന്നെ ഞാൻ പറഞ്ഞത് ഫാക്റ്റാണ്, ലങ്ക. അതിൽ അയാൾ കേസ് കൊടുത്താലും ഞാൻ നോക്കിക്കോളാം. വായി തോന്നി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഇയാൾ. BJPക്ക് ഒരു തലവേദനയായിട്ട് മാറും.
ഒരു ഐക്കോണിക് ഫിഗറായിട്ട് മാറാൻ പറ്റുന്ന, ഒരു ക്രൗഡ് പുള്ളറായിട്ട് മാറാൻ പറ്റുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു പിന്നെ പശ്ചാത്തലം അദ്ദേഹത്തിന് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ നിന്നാൽ ഒരു CM കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ 2026 അവതരിപ്പിക്കാനുള്ള ശേഷി പോലും അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. തൊള്ള തുറക്കരുത്, വാ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊരു പൊങ്ങാണ്, ഇതിനെ ഒന്നിനും കൊള്ളത്തില്ല, ഇതിന് 5 പൈസയുടെ ബുദ്ധിയില്ല എന്ന് നാട്ടുകാർക്കെല്ലാം ബോധ്യപ്പെടുത്തും. മിണ്ടാണ്ടിരിക്കുക. വല്ല മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ വല്ല പിന്നെ പ്ലാസ്റ്ററോ വായലോ ഇയാളെ ഒട്ടിച്ചിട്ട് കൊണ്ടു നടക്കണം, കാണാൻ കൊള്ളാം. അങ്ങനെ നടത്തുക. ഒരു ക്രൗഡ് പുള്ളറുമാണ്, ഒരുപാട് ആരാധകരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ BJPക്ക് നേട്ടമാവും. വാ തുറന്നാൽ കിട്ടാനുള്ള വോട്ടില്ലാണ്ടാവും. പിന്നെ ഇയാൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഒരുമാതിരിപ്പെട്ട കെ സുരേന്ദ്രൻ്റെ പക്വതയെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ വലിയ ചേഞ്ച് ഉണ്ട്. ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൻ്റെ നിലവാരത്തിലേക്ക് അദ്ദേഹം വളരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പം.